നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ടേം 2 ആണ്. അപ്പം T3 നമുക്ക് തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം അപ്പം T5 തന്നിട്ടുണ്ട്, 3. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞ ഏതാ മക്കളെ ഫോർമുല? Tm മൈനസ് Tn ഡിവൈഡഡ് ബൈ ഈ എം മൈനസ് എൻ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമ്മളിവിടെ ഏതാണോ കൊടുക്കുന്നത് T5 കൊടുത്തു. അപ്പം ഡി എന്ന് പറഞ്ഞാൽ T5 മൈനസ് T3 കൊടുക്കുമ്പോൾ ഇവിടെ 5 മൈനസ് 3 അത് നോക്കിയാൽ മതി. T3 മൈനസ് എഴുതാം, നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഞാൻ എഴുതുന്ന പൊസിഷൻ ഡിഫറൻസ് കറസ്പോണ്ടിങ് ടേം ഡിഫറൻസ് തന്നെ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം T5 എത്രയും നമുക്ക് തന്നേക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. T3 തന്നേക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഈ 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 3 മൈനസ് 2 1 വരും, 5 മൈനസ് 3 2 വരും. അപ്പം നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ 1/2 കിട്ടും. ഇനി നമുക്കറിയാം T3 2 ആണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണ്ടേ? അപ്പം എഫ് പ്ലസ് ഈ 3 ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഒരു നമ്പർ കുറയും, 2D വരും. അത് 2 തന്നിട്ടുണ്ട്. ഇനി എഫ് പ്ലസ് 2 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ? 1/2 അല്ലേ? അപ്പം അത് ആ 1/2 അവിടെ കൊടുത്തു, ഈക്വൽ ടു 2. ഈ 2 എന്തായി പോകും? സെയിം തന്നെ വരുന്നതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് ബാലൻസ് വരുന്ന എഫ് പ്ലസ് 1 ഈക്വൽ ടു 2 വരും. കാരണം ഈ 2 2 ക്യാൻസൽ ആയി പോകുമ്പോൾ ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പം ഈ 1 നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഈക്വൽ ടു 2 മൈനസ് 1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ഫസ്റ്റ് ടൈം 1 കിട്ടി. അപ്പം എഫ് 1 കിട്ടി, ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാഫും കിട്ടി. അപ്പം നമ്മുടെ സീക്വൻസ് എന്തായിരിക്കും? 1 1നോട് അര കൂട്ടിക്കഴിഞ്ഞാൽ 1.5 അങ്ങനെ എഴുതിയാൽ മതി. 1.5 അര കിട്ടിയാൽ 2, 2നോട് അര കൂട്ടിയാൽ 2.5, 2.5 അര കൂട്ടിയാൽ 3, 3നോട് അര കൂട്ടിയാൽ 3.5. ഇത് നമ്മൾ ഓർഡറിൽ എക്സെട്ര അത് നമ്മൾ ചുമ്മാ അങ്ങോട്ട് മനക്കണക്ക് കൂട്ടി എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.